സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ 100 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആകാശവാണിയുടെ ആപ്തവാക്യം എന്താണ്? ആകാശവാണിയുടെ ആപ്തവാക്യം ബഹുജന ഹിതായ ബഹുജന സുഖായ എന്നതാണ് ആകാശവാണിയുടെ ആപ്തവാക്യം. അപ്പൊ ബഹുജന ഹിതായ ബഹുജന സുഖായ എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ് എന്ന് ചോദിക്കാം. ഏതിൻ്റെതാണ്? ആകാശവാണിയുടേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം ഏതാണ്? എവിടെയാണ്? പെരിങ്ങളത്താണ്. കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച മണ്ഡലം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച മണ്ഡലം ഏതാണ്? നോർത്ത് പറവൂരിലാണ്. നോർത്ത് പറവൂരിൽ 1982 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത്. നോർത്ത് പറവൂരിൽ 1982. ഇന്ത്യയിൽ ആദ്യമായി 100% കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ വില്ലേജ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ വില്ലേജ് ചമ്രവട്ടമാണ്. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ വില്ലേജ്. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്ലാസ് ആണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല. വാതക രൂപത്തിലുള്ള ഹോർമോൺ എത്തിലിനാണ്. വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? എത്തിലിനാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏത് അവയവത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏത് അവയവത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയത്തിൻ്റെതാണ്. ഹൃദയം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. കൊങ്കൺ തീരം. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ജലറാണി എന്ന് അറിയപ്പെടുന്നത് ബുല ചൗധരിയാണ് ഇന്ത്യയുടെ ജലറാണി എന്ന് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ ത്രയംബക് ഗ്രാമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ ത്രയംബക് ഗ്രാമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഗോദാവരി നദി. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് മദർ തെരേസ. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങളാണ്. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? കുഞ്ഞിക്കോയ തങ്ങൾ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ല. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ടക്കായലാണ്. കായലുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 7 ആണ്. ദേശീയ കൈത്തറി ദിനമായിട്ട് ഓഗസ്റ്റ് 7 പ്രഖ്യാപിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ്.
രാജ്യസഭാംഗമായ ആദ്യ മലയാള സിനിമാ താരം. രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാള സിനിമാ താരം സുരേഷ് ഗോപിയാണ്. പ്രഭാതം എന്ന പത്രത്തിന്റെ പേര്. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. പത്രത്തിന്റെ പേരെന്താണ്? പ്രഭാതം. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? EMS ആണ്. EMS. ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ. ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ. എപ്പിഗ്രാഫി. ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി. അഹാഡ്സ് ഏത് പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അഹാഡ്സ് അട്ടപ്പാടിയാണ്. അട്ടപ്പാടിയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അഹാഡ്സ്. മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം. മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? അഹമ്മദാബാദിൽ നിന്നുമാണ്. അഹമ്മദാബാദ്. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഡൽഹൌസി. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂരാണ്. പയ്യന്നൂർ. വിറ്റാമിൻ B1ന്റെ രാസനാമം. വിറ്റാമിൻ B1ന്റെ രാസനാമം തയമീൻ എന്നാണ്. തയമീൻ എന്നത് ഏത് വിറ്റാമിന്റെ രാസനാമമാണ് എന്ന് ചോദിക്കാം. ഏതിൻ്റെതാണ്? വിറ്റാമിൻ B1ന്റെ രാസനാമമാണ് തയമീൻ. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയിലാണ്. ചെറായി. എറണാകുളം ജില്ലയിലെ ചെറായി. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. KT കോശി. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? കോയമ്പത്തൂരുമായിട്ടാണ്. കോയമ്പത്തൂർ. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യത്തെ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് C. ബാലകൃഷ്ണൻ. C. ബാലകൃഷ്ണൻ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം PT ഉഷയാണ്. PT ഉഷ. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത്. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലിനാണ്. നാഫ്തലിൻ. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടേതാണ്. രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക.
ഇത്തായ് ഇത്തായ് രോഗമുണ്ടാകുന്നത് ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? ഇത്തായ് ഇത്തായ് എന്ന രോഗമുണ്ടാകുന്നത് ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? കാഡ്മിയമാണ്. കാഡ്മിയം. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ എന്നിവ. ബുധൻ, ശുക്രൻ എന്നിവയാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ. എ കെ ഗോപാലന്റെ നേതൃത്വത്തിലുള്ള പട്ടിണി ജാഥ പുറപ്പെട്ട സ്ഥലം. എ കെ ഗോപാലന്റെ നേതൃത്വത്തിലുള്ള പട്ടിണി ജാഥ പുറപ്പെട്ടത് കണ്ണൂരിൽ നിന്നുമാണ്. കണ്ണൂർ. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി? ഏത് കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി? അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി. വയലാർ അവാർഡ് ആരംഭിച്ച വർഷം. വയലാർ അവാർഡ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1977 1977 വയലാർ അവാർഡ് ആരംഭിച്ചത്. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ. കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ്? കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ്? ഭാരതപ്പുഴയുടെ കൈവഴിയാണ് കൽപ്പാത്തിപ്പുഴ. ഭാരതപ്പുഴയുടെ കൈവഴിയാണ് കൽപ്പാത്തിപ്പുഴ. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത് സി കൃഷ്ണൻ നായരാണ്. സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന് അറിയപ്പെട്ടത്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായമാണ്. പരുത്തി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം. അടുത്ത ചോദ്യം, കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്നത്. കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് കോട്ടകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായ വർഷം. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായത് 1991 1991. ഇനി കാക്കനാടന്റെ യഥാർത്ഥ പേരെന്താണ്? കാക്കനാടന്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ് എന്നാണ്. കാക്കനാടന്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ്. കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലാണ് കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുര. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിനാണ്. അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് അഡ്രിനാലിൻ. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്നത് ലിഗ്നൈറ്റ് നിക്ഷേപങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്. മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഫുൾമിനോളജി.
മിന്നലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഫുൾമിനോളജി. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി തുടങ്ങിയ വർഷം. ഡിജിറ്റൽ പദ്ധതി തുടങ്ങിയ വർഷം 2015 ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി തുടങ്ങിയത്. നാഗസാക്കിയിൽ പതിച്ച അണുബോംബിന്റെ പേര്. നാഗസാക്കിയിൽ പതിച്ച അണുബോംബിന്റെ പേര് ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ പതിച്ച അണുബോംബിന്റെ പേരാണ് ഫാറ്റ്മാൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ ശാഖ സ്ഥാപിച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ എവിടേക്കാണ് തിരുവിതാംകൂർ സർക്കാർ നാടുകടത്തിയത്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂർ സർക്കാർ നാടുകടത്തിയത് തിരുനെൽവേലിയിലേക്കാണ്. തിരുനെൽവേലി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 39D ആണ്. 39D. പ്രവാസി ക്ഷേമനിധി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പ്രവാസി ക്ഷേമനിധി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളം. വനിതകൾക്കായി സഹകരണ ബാങ്ക് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വനിതകൾക്കായിട്ട് സഹകരണ ബാങ്ക് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 1935. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. കുരുമുളക്. ഒളിമ്പിക്സ് ചിത്രത്തിൽ എത്ര വളയങ്ങളുണ്ട്? ഒളിമ്പിക്സ് ചിത്രത്തിലെ വളയങ്ങളുടെ എണ്ണം 5 ആണ്. ഒളിമ്പിക്സ് ചിത്രത്തില് ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതലാണ്. ഏപ്രിൽ 1 മുതൽ. ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1972 1972 ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1972. സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടെയാണ്? ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് സൈമൺ കമ്മീഷനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രക്ഷോഭത്തോടെയാണ്. സൈമൺ കമ്മീഷൻ. സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ക്രോം സ്റ്റീലാണ്. ക്രോം സ്റ്റീലാണ് സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ക്രോം സ്റ്റീൽ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാൽത്തൊട്ടി. ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്ന് അറിയപ്പെടുന്നത്. കുടിവെള്ളത്തിനായിട്ട് ATM ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കുടിവെള്ളത്തിനായിട്ട് ATM ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120°C ആണ്. 120°C ആണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം ഡയോഡാണ്. ഡയോഡ്. നദികൾ എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ദ്വീപ് ഏതാണ്? നദികൾ എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ദ്വീപാണ് നദീജന്യ ദ്വീപ്. നദീജന്യ ദ്വീപ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച്. അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത്. അന്തർദേശീയ രസതന്ത്ര വർഷം 2011 2011. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളി. അവസാനത്തെ ചോദ്യം ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ തത്വജ്ഞാനി ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ തത്വജ്ഞാനി ദിനമായിട്ട് ആചരിക്കുന്നത്? ശ്രീ ശങ്കരാചാര്യരുടേതാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് കേരളത്തിൽ തത്വജ്ഞാനി ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.